നമ്മൾ ചെറുപ്പം മുതലേ, അതായത് വീട്ടിലാണെങ്കിലും നമ്മൾ സ്കൂളിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആളുകളുടെ അടുത്ത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒരു എക്സ്ക്യൂസ് അടിക്കണം. രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമാണ് മറന്നു എന്നുള്ളത്. അതായത് ഇപ്പോൾ സ്കൂളിലാണ് ടീച്ചേഴ്സ് ചോദിച്ചു ഹോംവർക്ക് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ എക്സ്ക്യൂസിൽ എന്താ പറയുക, ടീച്ചേഴ്സ് വേറെ എക്സെപ്ഷൻസ് ഒന്നും തരാറില്ല. നോർമലി എല്ലാ ടീച്ചേഴ്സും തന്നെ അടി തരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വലുതായാലും ഇത് ബാധകമാണ്. അതായത് മറന്നു എന്ന് പറയുന്നത് അത് അതിനാൽ തന്നെ ഒരു എക്സ്ക്യൂസ് അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കുളിക്കാനായിട്ട് അല്ലെങ്കിൽ പല്ല് തേക്കാനായിട്ട്, ഭക്ഷണം കഴിക്കാനായിട്ട്, ഫോൺ നോക്കാനായിട്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിട്ടൊന്നും നമ്മൾ മറക്കുന്നില്ല. നമ്മൾ മറന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ആ ഒരു കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ ഏശയ്യ 1:19 ഇപ്രകാരമാണ് പറയുന്നത്: അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, ഇപ്പോൾ ഓഫീസ് ജോലി ചെയ്യുന്നവരാണെങ്കിലും, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും, അവരുടെ അധികാരികളാണെങ്കിലും, ഇപ്പോൾ പള്ളിയിലാണെങ്കിലും സൺഡേ സ്കൂളിലാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഏത് തരത്തിൽ ഏത് കാറ്റഗറിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരും വ്യാപരിക്കുന്നവരാണെങ്കിലെല്ലാം ഇപ്പോൾ ചില കാര്യങ്ങൾ പാപം ഒഴികെ മറ്റുള്ളവർ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യപ്രകാരം ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അപ്പോൾ അത്തരം പല കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ ചെയ്യാനായിട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. അതിനെ വേറെ എക്സ്ക്യൂസ് ഒന്നും കൊടുക്കാനായിട്ട് ഇല്ല. ഇപ്പോൾ ഈ ഏശയ്യ 49:15 ഇപ്രകാരമാണ് പറയുന്നത്: മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതായത് പെറ്റമ്മ മറക്കുക എന്ന് പറയുന്നത് പെറ്റമ്മ കുട്ടിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാതിരിക്കാത്ത ഒരവസ്ഥയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി ഉദാഹരണങ്ങൾ എന്നേക്കാൾ കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്കറിയായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ മറക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 10 കന്യകമാരെ പോലെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിനോയ് കരുമരുത്തിങ്കലക്ഷനൊക്കെ ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. അതായത് 5 കന്യകമാർ വിളക്ക് അതിൻ്റെ കൂടെ എണ്ണ എടുത്തു, ബാക്കിയുള്ളവർ വിളക്ക് മാത്രം എടുത്തു, എണ്ണ കരുതിയില്ല. എണ്ണ കരുതാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താവും? അതായത് വിളക്ക് കത്തിക്കാനായിട്ട് എണ്ണ വേണമെന്നുള്ളത് നമുക്ക് നോർമലി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവരെടുത്തിട്ടില്ലെങ്കിൽ അതിനായിട്ട് അവരൊരു പ്രയോറിറ്റി മനസ്സിൽ കൊടുത്തിട്ടില്ല. അവരാ ഒരു ഒഴുക്കിനൊത്ത് എന്താ പറയുക, മണവാളിനെ എതിരേൽക്കാനായിട്ട് പോയി നിന്നു. അവർക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു സെൻസ് ഇല്ല. അവർ കിടന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങി. അപ്പോൾ അവർ മനസ്സിൽ അതിനൊരു പ്രയോറിറ്റിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും, ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും, ഫോർമേഷനുള്ളവരാണെങ്കിലും, ജോലി ചെയ്യുന്നവരാണെങ്കിലും, ഇപ്പോൾ കുടുംബാംഗങ്ങൾ തമ്മിലാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിലും എല്ലാം പറയുന്ന ഓരോ കാര്യത്തിനും വില കൊടുത്ത് ചെയ്യാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചാലായിട്ട് നല്ലതാണ്. മറന്നു പോകാതിരിക്കുക. ഇപ്പോൾ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പറയാം, കാവൽമാലാകോട് പറയാം പ്രത്യേകം ഓർമ്മിപ്പിക്കാനായിട്ട്. പിന്നെ മാത്രമല്ല നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥിച്ച് ഈശോയോട് ചേർന്ന് പോകുമ്പോൾ ഇപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞത്, ഇപ്പോൾ ഏത് തരത്തിലുള്ള പ്രാർത്ഥിക്കാൻ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ ചില സമയത്തായിട്ട് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പോഴും നമ്മൾ പിന്നെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു പ്രേരണ കിട്ടണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളതൊന്ന് ചെറുതായിട്ട് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കാണുന്ന പോലെ ഒന്ന് മനസ്സിൽ കുറിച്ച് വെക്കുകയോ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാലൊക്കെ നല്ലതാണ്. മാത്രമല്ല ഈ ചെയ്തോ ഇല്ലയെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് കാരണമാണല്ലോ നമുക്കത് ചെയ്യാൻ പറ്റാതെ മറന്നുപോയി എന്ന് പറയേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ മറന്നു എന്ന് പറയുന്നതിനേക്കാൾ, മറന്നു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആ മറന്നുവിൻ്റെ കൂടെ ഒന്ന് സോറി പറഞ്ഞ് എളിമപ്പെടാനും കൂടി കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഗ്രേസ്ഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ ഈ വചനം കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പാലിക്കാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ.